Hello friends, welcome to Dhruv Dev World Malayalam Recipes. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഞാൻ മലയാളം റെസിപ്പി റിവ്യൂ വീഡിയോസ് ആണ് ഇട്ടുകൊണ്ടിരുന്നത്. അത് താൽക്കാലികമായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് നന്നായിരുന്നു, അത് തുടർന്നാൽ നന്നായിരിക്കും എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ അതൊന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊരു ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മാത്രം പറയരുത് കേട്ടോ, സത്യസന്ധമായിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം. ഇന്നിടുന്ന റെസിപ്പി ഏതാണെന്ന് അറിയണ്ടേ? ഇതാണ്. അപ്പോൾ സോയ 65 വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സോയ 65 ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ കാണുക. നമുക്കപ്പോൾ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് 65 ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചിരിക്കുകയാണ്. അതിലോട്ട് കുറച്ച് ഉപ്പും ഇട്ടാണ് ഞാൻ തിളപ്പിച്ചിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് സോയ ചങ്ക്സ് ചേർക്കണം. എന്നിട്ട് ഇത് കുറച്ച് നേരം നമുക്കൊരു 10-15 മിനിറ്റ് അടച്ചു വെച്ചേക്കാം. അങ്ങനെ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പം നമുക്ക് നോക്കാം. പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ വെള്ളം ഇത് ഊറ്റി കളഞ്ഞ ശേഷം ഒരു പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് ഇതൊന്ന് ജസ്റ്റ് പച്ചവെള്ളത്തിലോട്ട് കഴുകിയിട്ട് പിഴിഞ്ഞു എടുക്കണം. അപ്പോൾ സോയ ചങ്ക്സ് ചൂടുവെള്ളത്തിലിട്ടിട്ട് അത് പിന്നെ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്ത് നല്ല ഊറ്റിയെടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഇതിന് ഈ 65ക്ക് വേണ്ട മസാല റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. കളറിന് വേണ്ടിയാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. സാധാരണ ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. പിന്നെ ഒരു 6 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ടീസ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഓരോന്നായിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് ഓർത്താണ് ഒരുമിച്ച് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കുക അതിലോട്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ ഇത്തിരി ഉപ്പിട്ടിട്ടാണ് കുതിർത്ത് വെച്ചത്. അപ്പോൾ വളരെ കുറച്ച് അതിനനുസരിച്ച് ചേർക്കണം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാം. കൈയോ സ്പൂണോ ഒക്കെ വെച്ച് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. വെള്ളം വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ചേർത്താൽ മതി. കാരണം ഇത് കുതിർത്ത സോയ ചങ്ക്സ് ആണ്. അപ്പോൾ അത്യാവശ്യം അതിലും ഇത്തിരി വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ആ സോയ ചങ്ക്സിലൊന്ന് പറ്റി പിടിക്കാൻ വേണ്ടി മാത്രം ഒന്ന് കുറച്ച് ഇതിൽ ഇത്തിരി വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം കുറച്ച് ചേർത്ത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാൻ പാകത്തിന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് രുചിച്ച് നോക്കിയാൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും ഈ മസാലയിൽ. ഇവിടെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇട്ട് നോക്കുമ്പോൾ അറിയാം അത് ഇതിലോട്ട് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വയ്ക്കണം കേട്ടോ. നമുക്കൊരു 15 മിനിറ്റ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് വരാം. ഇവിടെ 15 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിരുന്നു, കണ്ടില്ലേ? ഇനി നമുക്കിത് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം അത് ബാച്ചായിട്ട് എടുത്തിട്ട് വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് 65 വളരെ ഭംഗിയായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം മീഡിയം ഫ്ലെയിമിലിട്ടു, പിന്നെ നമ്മൾ തിരിച്ചിടുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടു, പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് എഗെയിൻ മൊരിച്ചെടുക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അടുത്ത ബാച്ച് നമുക്ക് ഇതിലോട്ട് ഇടാം. എന്നിട്ട് അപ്പം നമ്മുടെ 65 ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വാവ്, കണ്ടില്ലേ? നമ്മുടെ 65 മനോഹരമായിട്ട് ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിൽ കുറച്ചും കൂടി ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ആ ഓയിലിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ആ ഒരു മണം കൂടി നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ എളുപ്പമുള്ള ഈ സോയ 65 ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ.
വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.